ഗായ്സ് അപ്പോൾ നമ്മളെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോകണത് തന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡാണ് അല്ലേ? അതെ, ഡെയിലി കൊണ്ടുപോകുന്നുണ്ട്. ഡെയിലി ഞങ്ങൾ റൂമിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, രാവിലെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് കഴിക്കാനുള്ള അല്ലേ? എന്താ നമുക്ക് എന്താ കഴിക്കാൻ എടുക്കുക അത് നമുക്ക് എടുക്കാം. കുഴപ്പം തന്നെ. ഭക്ഷണമ്പോൾ ചോറും കറിയൊന്നും കിട്ടില്ല, ഉച്ചക്ക് കിട്ടുള്ളൂ അല്ലേ? അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബ്രൈറ്റ്നെസ് ഒന്നുമില്ല സെറ്റ് നിങ്ങളെ ഫോട്ടോ എടുക്കല്ലേ? ഇതാണ് ഫൈസൽക്ക. മൂപ്പരെ വേക്കൻസിയിലാണ് ഇപ്പൊ ഞാൻ ഇവിടെ എത്തിക്കണത് അല്ലേ? ന്യൂസ് മേക്കറായിട്ട് ഞാനിവിടെ എത്തിക്കണ മൂപ്പരെ വേക്കൻസിയിലാണ്. അപ്പോൾ മൂപ്പര് നിങ്ങളെന്താ പോണേ? ഞാൻ 25-ാം തീയതി പോകും, 20-ാം തീയതി ഇറങ്ങും. മൂപ്പര് 20-ാം തീയതി പോകും. എത്ര 20-ാം തീയതി ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് 25-ാം തീയതി നാട്ടിൽ പോകും. അപ്പോൾ പിന്നെ മൂപ്പര് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഉള്ളൂ ജ്യൂസും കാര്യം. അതാ നമ്മളെ ബാക്കിയുള്ള കമ്പനിക്കാരെ നമ്മൾ നോക്കിയില്ലേ കാശ്. ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയാണ്, അതിൻ്റെ കൂടെ കാറ്റുമുണ്ട് അല്ലേ? പിന്നെ നമ്മളെ പ്രത്യേകത എന്താ പറയുക, നമുക്ക് 6 മണി to 6 മണിയാണ്. നമുക്ക് വെയിൽ കാണാനുള്ള ഒരു ഇതും ഇല്ല, നമുക്കില്ല. കാരണം നമ്മൾ വെയിൽ കാണണ്ട. കാരണം രാവിലെ നമ്മൾ 6 മണിക്ക് പോയാൽ നേരെ റൂമിൽ പോയി കിടന്ന് റൂമിൽ നിന്ന് പിന്നെ ഇറങ്ങൂല. അതേമാതിരി വൈകുന്നേരം 6 മണി ഇരുട്ടാകുമ്പോൾ നമ്മൾ തിരിച്ച് അതേമാതിരി പോകും. വെയിൽ കാണേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം നമുക്ക് ഇതുവരെ അനുഭവത്തില്ല. പൈസ ഞാൻ അവിടെ ആ ഭായിമാരിട്ടൊന്ന് സംസാരിച്ച് നോക്കത്തിന് പൈസകൾക്ക് നീളം നടന്നു. പിന്നെ അപ്പം അയാൾ ചങ്ങാൻ്റെ അടുത്ത് ഓടി എത്താൻ വേണ്ടി നമ്മളൊന്നും ഓടേണ്ടി വന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മളെ ബ്ലോഗിനോട്? ഇതിലെന്താ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണ്ട? ഇവരെ എല്ലാം സപ്പോർട്ട് ചെയ്യണം. മോനെ ഞാനേ നാട്ടിലാവുമ്പോഴേ എനിക്ക് ഇതേമാതിരി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരാന്നറിയാം, ഫതിലു. ഞങ്ങൾ എപ്പോൾ വ്ളോഗ് എടുക്കുകയാണെങ്കിലും ഫതിലിങ്ങനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും. അതേമാതിരി ഞാൻ ഇവിടെ വന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് നമ്മളെ ഞാൻ ഇവിടെ വന്നിട്ട് പൈസ എടുക്കാം. ഇജിറാ വീഡിയോ ഇട് അടിപൊളിയല്ലേ? ഇജി എടുക്ക്, വീഡിയോ പോസ്റ്റ് ചെയ്യല്ലേ? വീഡിയോ പോസ്റ്റ് ചെയ്യ്. എന്നോട് പറയണ ഇജ്ജ് വർത്താനം പറഞ്ഞ കേൾക്കാന് ശരിക്കും ഒരു വ്ളോഗറിന്റെ മാതിരി ഉണ്ട്. ഞാൻ എനിക്കൊരു അപ്പൊ അവന്റെ അതേമാതിരി ഇജ്ജ് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്. നിങ്ങൾ കാണോ? നിങ്ങൾ മാത്രം കാണേണ്ടി വരും, വേറെ ആരും കണ്ടിട്ടില്ലെങ്കിലോ? അങ്ങനെയല്ല, എന്തായാലും കുറച്ച് പേര് കാണും, അത് ഉറപ്പാണ്. തീക്ഷമായി നമ്മളൊരു കിടിലം വ്യൂ എന്ന് പറയാ, നല്ലൊരു വ്യൂ ആണ് കാഴ്ച. നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ ഈത്തപ്പഴമാരാണ്. അതിൽ ഈത്തപ്പഴം കഴിച്ചിട്ടാണ് നമുക്ക് നമ്മളെ റൂമിൽ തന്നെ നെറ്റ് കണക്ഷൻ കിട്ടുന്നില്ല. ക്യാബ് കട്ടായിരുന്നു, ശരിയാക്കാൻ വേണ്ടി വന്നതാണ് ഞാനൊരു റാശി പോയി. നോക്കണില്ല इधर नहीं, रूम में जाएगा, शानिफ आएगा रूम में. ഓ ഫോട്ടോക്കത്തെ കാറ്റാണ്, തണുത്ത കാറ്റുണ്ട്. നോക്കി നമ്മൾ റൂമിൻ്റെ ആ ഭാഗത്തുള്ള കുറേ റൂം വ്യൂ കാണിച്ചു തരാം. കണ്ട ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മളെ റൂം. ബ്രൈറ്റ്നെസ് ഈ രാത്രി ഐഫോണിൽ വീഡിയോ എടുക്കുമ്പോഴുള്ള പ്രശ്നമാണ്, ബ്രൈറ്റ്നെസ് കിട്ടില്ല. റാഷി ഭായ് ഓക്കെ. ഇതൊക്കെയാണ് കോളനി മതി. തമിഴ്നാട്ടിൽ കോളനി പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതാണ് നമ്മളെ ഇന്ത്യക്കാരൊക്കെ നിൽക്കുന്നത്. ഈ റൂമിലേക്ക് നമുക്കൊരു ദിവസം വേണ്ട. എന്തിനാണെന്നറിയോ? ഇന്ത്യയിൽ ഞാൻ ഇന്നലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു തന്നെ കാണിച്ചെന്നില്ലേ, അവൻ നല്ല ഗിറ്റാർ വായിക്കും, പാട്ടൊക്കെ പാടും. അപ്പോൾ അവനും പറഞ്ഞ് ഇഞ്ചി എൻ്റെ വീഡിയോ റീസ് എടുക്ക്, ഞാൻ പാട്ട് പാടിത്തരാൻ എനിക്ക് എന്നൊക്കെ. അപ്പോൾ നമ്മളൊരു ദിവസം അവനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കും. അപ്പം നമ്മൾ കുറച്ച് ആ നെറ്റിൻ്റെ ഇഷ്യൂ ഇല്ലേ, എന്തായി ഇവിടുന്ന് ഈ കേബിൾ ഏതോ ഒരു നാറി കട്ട് ചെയ്ത്, അതാണ് നമ്മൾ നെറ്റ് കിട്ടാൻ. തൽക്കാലം നമ്മൾ മാനേജർമാരെ നിൽക്കുന്ന റൂമാണ്. അപ്പോൾ അവർ റൂമിൽ നിന്ന് ഡാറ്റ നമ്മൾ എടുത്ത്, അപ്പം ഇനി അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഒന്ന് പോവുക,
ഫുഡും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. അതൊന്ന് കഴിക്കുക, കുറച്ച് നേരം ഫോണിൽ കളിക്കുക, പിന്നെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കണം. ഇന്നലെ വിളിക്കാൻ പറ്റില്ല, കാരണം ഇന്നലെ മുതൽ നെറ്റ് ഷോക്കാണ്. അപ്പോൾ ഗൈസ് വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി അവിടെ റൂമിൽ വൈഫൈ ഷോക്കാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടണില്ല. അപ്പോൾ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ നമുക്കൊരു പുതിയൊരു അതിഥിയെ കിട്ടി. എന്താ പറയടാ, ആയി പറയ്. ഏയ് ഇങ്ങോട്ട് നോക്ക് കുട്ടാ. ഇതിനെ നമുക്ക് നമ്മളെ നാട്ടിലൊരു ജിംബ്രൂട്ട ഉണ്ടായിരുന്നു, ഒരു നായ്ക്കുട്ടിയായിരുന്നു. അപ്പോൾ അത് ചത്ത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ ഇതിനെ ജിംബ്രൂട്ട എന്ന് പേരിട്ടു. ജിംബ്രൂട്ടാ ഏയ് ഷബാൻ ജിംബ്രൂ അയാൾ കുറേ നേരമായി നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഇത്